അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. JK അർച്ചനയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. മധുബാലയുടെ അച്ഛൻ വന്നുവെന്നും എല്ലാം കോംപ്രമൈസായി അവൾ എൻ്റെ കൂടെ നല്ലൊരു ജീവിതം നയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു എന്നിങ്ങനെ അർച്ചനയോട് JK പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അത് തന്നെയാണ് വേണ്ടത് എന്ന് അർച്ചന പറയുകയാണ്. അതിനുശേഷം ചിന്നു JKയോട് വിളിക്കുകയാണ് കേട്ടോ. JKയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അങ്കിൾ ഒരുപാട് ലോക പ്രശസ്തനായ അങ്കിളായിരുന്നു. അങ്കിളെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ഒരു തെറ്റിദ്ധാരൻ്റെ പേരിലാണ് അങ്കിളോട് ഞാൻ ദേഷ്യപ്പെട്ടത്. ഒരുപാട് സോറി അങ്കിളെ എന്നിങ്ങനെ ചിന്നു പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ JKയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം എല്ലാ തെറ്റിദ്ധാരണയും മാറിയല്ലോ. അത് മതി മോളെ, ഞാൻ നിന്നെ ഒരു മോളെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ, എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്ന് പറയും. പക്ഷേ JKയോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ചിന്നൂര് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. JKയോട് സോറി പറഞ്ഞത് കേട്ടപ്പോൾ അർച്ചനയ്ക്കും ഒരുപാട് സന്തോഷമാണ്. അതിനുശേഷം ചിന്നു ആ ഫോട്ടോ ആയിട്ട് വിജയശങ്കറിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വിജയശങ്കറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഫോട്ടോ ഉണ്ടാച്ചാ ഈ ഫോട്ടോ നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം വിജയശങ്കർ ആ ഫോട്ടോ എടുത്ത് തുറന്ന് നോക്കുകയാണ്. അതിനുശേഷം ഇത് അച്ഛന് ഒരു മകളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ മകൾക്ക് ഒരു അച്ഛനോടുള്ള സ്നേഹം, അതാണ് ഈ ഫോട്ടോയെ സൂചിപ്പിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രയോട് ചോദിക്കും കേട്ടോ. ചന്ദ്രയ്ക്ക് അത് കേട്ടതും തന്നെ കലി വരികയാണ്. കാരണം ചിന്നു ആ ഫോട്ടോ കൊണ്ടുവന്ന് വിജയശങ്കറിനെ കാണിച്ചത് തന്നെ ചന്ദ്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അത് കാരണം ചന്ദ്ര ആകെ കലി തുള്ളി നിൽക്കുകയാണ്. ചന്ദ്രയുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. എല്ലാ പ്രവൃത്തികളും ഓരോന്നായിട്ട് അർച്ചന പുറത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. വിജയശങ്കറിൻ്റെ മുൻപിലും കൂടി ചന്ദ്ര ഒന്നുമല്ലാതായി തീരുകയാണ്. അതുകൊണ്ടാണ് ചന്ദ്ര എങ്ങനെയെങ്കിലും അർച്ചനയെ ഇല്ലാതാക്കണം എന്ന് ശ്രമിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അർച്ചനയെ വിജയശങ്കർ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കുകയും അർച്ചനയുടെ ക്ലൈമാക്സ് നമുക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലായിട്ട് അർച്ചനയ്ക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.